ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ടൈം ടേബിൾ, അല്ലെങ്കിൽ നമുക്ക് നീറ്റും ബോഡിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു റൊട്ടീൻ ഒന്ന് പറയാമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഓരോരുത്തരുടെ റുട്ടീൻ അവരവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് അതായിരിക്കില്ല നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അത് ഞാൻ എങ്ങനെയാണ് പഠിച്ചിരുന്നത് എന്നുള്ളത് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഒരു ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തൊക്കെയായിരിക്കണം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് വേണ്ടത്, അത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അതായത് ഇത് അതേപോലെ ഫോളോ ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരവരുടേതായ രീതിയിൽ ഇത് ചേഞ്ച് ആക്കാൻ ശ്രമിക്കാം. എൻ്റെ അടുത്ത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് സ്കൂളുള്ള ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക റൂട്ടീനും, പിന്നെ ഹോളിഡേ. സ്കൂളുള്ള ഡേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 4:30 5 മണി ആ ടൈമിൽ എനിക്കായിരുന്നു. എന്നിട്ട് 5 മണി തൊട്ട് 7:30 വരെ ഈ ഒരു സമയമാണ് എൻ്റെ ഫസ്റ്റ് പഠിത്തം എന്ന് പറയുമ്പോൾ ഞാൻ ആ ടൈമിൽ ക്ലാസ്സാണ് കാണാം. ഞാൻ ലൈവ് ക്ലാസ് കാണാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലൈവ് ക്ലാസ് കാണാറില്ല. ഞാൻ ആ ക്ലാസ് റെക്കോർഡഡ് ആയതിന് ശേഷം 2x കാണുന്നത്. എനിക്ക് അങ്ങനെ കേട്ടാലേ മനസ്സിലാവും. അപ്പം ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്, നിങ്ങൾ ലൈവ് ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഒരിക്കലും ഞാൻ റെക്കോർഡഡ് ആക്കി കാണാൻ പറയില്ല, എനിക്ക് അതാണ് പക്ഷേ കംഫർട്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ക്ലാസ്സാണ് കാണാം. എന്നിട്ട് ക്ലാസ് കണ്ട് ആ ക്ലാസ്സിലുള്ള പോർഷൻ രാവിലെ തന്നെ പഠിക്കും. ഒരു 7:30 ആകുമ്പോൾ ഞാൻ ഫ്രഷ് ആവാൻ കയറും. ലൈക്ക് നമുക്കൊരു 8:40 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. 9 മണിക്കാണ് എനിക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ആ ഒരു ടൈം ഡ്യൂറേഷൻ വെച്ചിട്ട് 7:30 റെഡിയാവും, സ്കൂളിൽ പോവും. നമുക്ക് 9 മണി തൊട്ട് 4:45 വരെ സ്കൂളുള്ള. ഞാൻ തിരിച്ച് ബസ്സിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 4:45 നമുക്ക് ബസ് കിട്ടണം. ചിലപ്പോൾ അത് 5 മണിക്കുള്ള ബസ്സേ കിട്ടത്തുള്ളൂ. ഒരു 5:30 ആകുമ്പോൾ നമ്മളിപ്പോൾ വീടെത്തും. എന്നിട്ട് പിന്നെ ഫ്രഷൊക്കെ ആയി വരുമ്പോൾ ഒരു 6:30 ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ പിന്നെ 6:30 തൊട്ട് 7 മണി വരെ എന്തെങ്കിലും സ്കൂളിൽ നിന്നുള്ള വർക്ക് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എഴുതും. മിക്കവാറും കാണാറില്ല, കാര്യം ഞാൻ സ്കൂളിലുള്ള വർക്ക് സ്കൂളിൽ ഇരുന്ന് തന്നെ മാക്സിമം ചെയ്ത് തീർക്കാനാണ് നോക്കാറ്. ഇൻ്റർവ്യൂലൊക്കെ ഉണ്ടല്ലോ, ആ ടൈമൊക്കെ ഞാൻ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അധികം വർക്ക് വരാറില്ല. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു 7 മണിയാകുമ്പോൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും. എന്താ പഠിക്കാന്ന് വെച്ചാൽ, ചിലപ്പോൾ നാളത്തേക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ രാവിലെ പഠിച്ചതിൻ്റെ ബാക്കി ഉണ്ടാവും, എന്തെങ്കിലും റിവൈസ് ചെയ്യാനുണ്ടാവും. അതൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ നോക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞാലോ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഞാൻ എന്തിനു വേണ്ടി പഠിച്ചാലും ഞാൻ നീറ്റ് ലെവലിൽ മാത്രമേ നോക്കാറുള്ളൂ. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നോക്കാറുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് പേപ്പറിന് വേണ്ടി പഠിച്ചാൽ പോലും ഞാൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കി. ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ അതിൻ്റെ തിയറീസൊക്കെ ഒന്ന് എക്സ്ട്രാ നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 7 മണി തൊട്ട് ഒരു 9 മണി വരെയൊക്കെയുള്ളതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള റുട്ടീൻ. ഓക്കെ, അതാണ് എൻ്റെ നോർമലി ഉള്ളത്. പക്ഷേ ചില ദിവസം ഈ 9 മണി ക്രോസ് ചെയ്യാറുണ്ട്, ചില ദിവസം ഈ 9 മണി വരെ എത്താറുമില്ല. അതുണ്ട്. ചില ദിവസം നമുക്ക് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാൻ അത്ര വലിയ മൂടൊന്നും തോന്നത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഞാൻ ചുമ്മാ ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. എനിക്ക് പഠിക്കണം എന്ന് തോന്നാതെ ഞാൻ പഠിച്ചാൽ അത് വെറും ഒരു യൂസും ഇല്ലാതെ പോകുന്നൊരു ടൈമായിരിക്കും. ഞാൻ വെറുതെ ആ ടൈം വേസ്റ്റ് ആക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ചില ദിവസം പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം പറ്റുന്ന അത്ര ഇരുന്ന് പഠിക്കും. പിന്നെ രാവിലെ ഉറക്കം എണീക്കുന്നത് അതനുസരിച്ച് ഞാൻ ചേഞ്ച് ആക്കും. ആ ഒരു സംഭവമുണ്ട്. 7 hours സ്ലീപ്പ്, അതാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ ഒരു 7 മണിക്കൂർ എങ്ങനെയാണെങ്കിലും അറേഞ്ച് ആക്കിയിട്ടായിരിക്കും പോവുക. ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം, സ്കൂളുള്ള ദിവസം പോകുന്നത്. പിന്നെ ഈ വർഷം തുടങ്ങിയതിന് ശേഷം ഇതിപ്പോൾ ഇങ്ങനെയാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, ടു ബി ഹോണസ്റ്റ് പറഞ്ഞാൽ അല്ല. കുറേ റുട്ടീനൊക്കെ ഇപ്പോൾ പഴയ പോലെ ആയിട്ടുണ്ട്. പക്ഷെ മോർണിംഗ് ഉറക്കം എണീക്കുന്നത് ഇപ്പോഴും പഴയ ലെവലെത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളൊരു മിനിമം 4 മണിക്കൂറെങ്കിലും പഠിക്കാതിരിക്കണം. മിനിമം 4 മണിക്കൂർ, മാക്സിമം എത്ര വേണമെങ്കിലും പോക്കും, കുഴപ്പമില്ല. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വേണം. പിന്നെ സ്ലീപ്പ് ഒരിക്കലും സാക്രിഫൈസ് ആക്കരുത്. ഒരു മിനിമം 7 മണിക്കൂർ സ്ലീപ്പും വേണം. ഇത് വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ ടൈം വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ ഇരിക്കുന്ന ടൈം വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്യാം. പക്ഷെ മിനിമം ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. വീക്കെൻഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കാറുള്ളൂ. പിന്നെ അന്നത്തെ ഒരു ഡേ കറക്റ്റ് ഇത്ര മണിക്ക് അങ്ങനെയൊന്നും ഒരു പ്ലാനുള്ള ഡേ ഒന്നുമല്ല. പക്ഷെ അന്ന് ഞാൻ മെയിൻലി യൂട്ടിലൈസ് ചെയ്യുക മാത്സ് പഠിക്കാനാണ്. ഞാൻ ബാക്കിയുള്ള ഡേയ്സ് ഞാൻ നീറ്റിൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് അന്നാണ് ഞാൻ മാത്സ് നോക്കുന്നത്. വീക്കെൻഡ്സിലായിരിക്കും മാത്സ് നോക്കുക. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ റിവിഷൻസ്, അതായത് ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഇപ്പോൾ എസ്പെഷ്യലി സൈലത്തിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ സൺഡേസ് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീക്ക്ലി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ടാവും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ GAB ആയിരിക്കും പിറ്റേ ദിവസം, അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു റിവിഷൻ ആണ് മെയിൻലി ഞാൻ വീക്കെൻഡ്സിൽ കൊടുക്കാറുള്ളത്. പിന്നെ ഉള്ളത് ബോർഡിൻ്റെ ലെവലിൽ ഞാൻ മാത്സ് നോക്കും. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ വീക്കെൻഡ്സ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് എത്ര ടൈം ഡ്യൂറേഷൻ എടുക്കുമെന്നൊക്കെ വെച്ചാൽ അതെൻ്റെ ഓരോ ടൈം വെച്ച്. ചില വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കാണത്തില്ലല്ലോ, നമ്മൾ ഹോളിഡേ ആയിട്ട് എവിടെയെങ്കിലും പോവുക. അപ്പോൾ അതൊക്കെ വെച്ച് അറേഞ്ച് ആക്കി, എന്നാലും എല്ലാ വീക്കും ആ വീക്ക് പഠിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു വീക്കെൻഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സ്ട്രിക്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടൊന്നും ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയല്ല. എൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയാണ് പോകാറുള്ളത്.
എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ മെയിൻലി നോക്കാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഡേ മിനിമം ഒരു 4 മണിക്കൂർ പഠിത്തമുണ്ടോ അത് നോക്കും. പിന്നെ ഉള്ളത് ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് പോർഷൻസ് എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടോ, ക്ലാസ്സസ് ഒന്നും ബാക്ക്ലോഗ്സ് ഇടാതെ കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ടോ, ഈ കുറച്ച് ഫാക്ടേഴ്സ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അത് മാത്രമേ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ ഇത്ര മണി അത്ര മണി എന്നുള്ളത് ഭയങ്കര സ്ട്രിക്റ്റഡ് ആയിട്ടൊരു പ്ലാൻ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാനുള്ളത്. പിന്നെ ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസ് വ്യത്യസ്തമാണ്. ചിലവർ ട്യൂഷന് പോകുന്നുണ്ടാവും, സ്പെഷ്യൽ ട്യൂഷന് പോകുന്നവരുണ്ടാവും, വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഡിഫറെൻറ്റ് ആയതുകൊണ്ട് അത് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.